നമസ്കാരം. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ വ്യക്തിയായി ഫോർബ്സ് മാഗസിൻ ഈയിടെയാണ് മുകേഷ് അംബാനിയെ തിരഞ്ഞെടുത്തത്. ഏഷ്യയിലെ മാത്രമല്ല, ലോകത്തെ പല ശതകോടീശ്വരന്മാർക്കാൾ ആസ്തിയുള്ള വ്യക്തിയാണ് മുകേഷ് അംബാനി എന്നും അദ്ദേഹത്തിൻ്റെ റിലയൻസ് ഇൻഡസ്ട്രീസ് നാളുതോറും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുമാണ് ഫോർബ്സ് മാഗസിൻ ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫോർബ്സ് മാഗസിൻ പുറത്തുവിട്ട ഒരു കണക്കനുസരിച്ച് മുകേഷ് അംബാനിയുടെ ആസ്തി എന്ന് പറയുന്നത് 20 ബക്കിംഗ്ഹാം കൊട്ടാരം വാങ്ങാനുള്ള ആസ്തി അദ്ദേഹത്തിനുണ്ട് എന്നാണ്. അതായത് ബ്രിട്ടനിലെ രാജകുടുംബത്തിൻ്റെ ഏറ്റവും വലിയ വസതിയായ ബക്കിംഗ്ഹാം കൊട്ടാരം പോലെയുള്ള 20 ബക്കിംഗ്ഹാം കൊട്ടാരങ്ങൾ വാങ്ങാനുള്ള സമ്പദ് ശേഷി മുകേഷ് അംബാനിക്കുണ്ട് എന്നാണ് ഫോർബ്സ് മാഗസിൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏഷ്യയിൽ 814 ശതകോടീശ്വരന്മാരാണ് ഉള്ളത്. ഇവരിൽ പക്ഷേ ഒന്നാമനാണ് മുകേഷ് അംബാനി. 8 ബില്യൺ പൗണ്ടിൻ്റെ ആസ്തിയാണ് നിലവിൽ മുകേഷ് അംബാനിക്കുള്ളത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ബക്കിംഗ്ഹാം കൊട്ടാരത്തിന് ഇവർ വിലയിട്ടിരിക്കുന്നത് 3.9 ബില്യൺ പൗണ്ടാണ്. പെട്രോകെമിക്കൽ വ്യവസായം, എണ്ണശുദ്ധീകരണശാലകൾ തുടങ്ങി ലോകത്ത് റിലയൻസ് ഇൻഡസ്ട്രീസ് കൈവയ്ക്കാത്ത മേഖലകളില്ല. റീട്ടെയിൽ വ്യാപാര രംഗത്തും അതുപോലെ മറ്റെല്ലാ മേഖലകളിലും ഇപ്പോൾ റിലയൻസ് ഒന്നാമതാണ്. റിലയൻസിൻ്റെ ജിയോ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻ്റർനെറ്റ് പ്രൊവൈഡറായി മാറിയിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും അധികം ആളുകൾക്ക് ഇൻ്റർനെറ്റ് നൽകുന്ന കമ്പനിയാണ് റിലയൻസ് ജിയോ എന്നാണ് ഫോർബ്സ് മാഗസിൻ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല, അതായത് ഓയിൽ റിഫൈനറി, റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ വകയാണ്. ഗുജറാത്തിലെ ജാംനഗറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പ്രതിദിനം 6,60,000 ബാരൽ എണ്ണയാണ് ഇവിടെ സംസ്കരിക്കുന്നത്. ഇതും പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രത്യേകം എടുത്ത് കാട്ടിയിട്ടുണ്ട്. കൂടാതെ മുകേഷ് അംബാനിയുടെ മുംബൈയിലെ വസതിയായ അൻഡാലിയ 27 നിലകളുള്ള ഈ പടുകൂറ്റൻ മന്ദിരം ലോകത്തെ തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയ സ്വകാര്യ ആഡംബര വസതികളിൽ ഒന്നാണ്. ഏതാണ്ട് 160ഓളം കാറുകൾ പാർക്ക് ചെയ്യാൻ അത്രയും സ്ഥലമുള്ള പാർക്കിംഗ് ഏരിയ ഇവിടെയുണ്ട്. നീന്തൽക്കുളങ്ങളുണ്ട്, കൂറ്റൻ തിയേറ്ററുണ്ട്. കൂടാതെ ഇവിടെ ഇല്ലാത്ത സംവിധാനങ്ങൾ ചുരുക്കമാണ്. ലോകത്തെ ആഡംബരത്തിൻ്റെ ഒരുപക്ഷെ അവസാന വാക്കായി വേണമെങ്കിൽ ഈ കൊട്ടാരത്തെ കരുതാം. അൻഡാലിയയുടെ വിശദാംശങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുകയാണ്. $100 കോടി ഈ പടുകൂറ്റൻ ആഡംബര വസതിക്ക് ഇവർ വിലയിട്ടിരിക്കുന്നത്. പിതാവായ ധീരുഭായ് അംബാനി എളിയ നിലയിൽ ആരംഭിച്ച റിലയൻസ് എന്ന കമ്പനിയെ ഇന്നത്തെ രീതിയിലേക്ക് ഉന്നതങ്ങളിലേക്ക് ഉയർത്തിയത് മുകേഷ് അംബാനി തന്നെയാണ് എന്നാണ് വിദേശ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്ന വലിയൊരു വ്യവസായ സാമ്രാജ്യമായി റിലയൻസിനെ മാറ്റാൻ ഏറ്റവും അധികം പരിശ്രമിച്ചത് മുകേഷ് അംബാനി തന്നെയാണ് എന്നും അവർ പറയുന്നുണ്ട്. മുകേഷ് അംബാനിയുടെ മകൻ്റെ വിവാഹമൊക്കെ തന്നെ ഈയിടെ നടന്നത് ലോകത്തെ ഏറ്റവും പ്രമുഖരായ വ്യക്തികളുടെ സാന്നിധ്യത്തിലാണ് എന്ന കാര്യവും പാശ്ചാത്യ മാധ്യമങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും ആഡംബരപൂർണ്ണമായ വിവാഹം തന്നെയായിരുന്നു അന്ന് നടന്നത്. എന്നാൽ മുകേഷ് അംബാനിയുടെ സഹോദരനായ അനിൽ അംബാനി ആകട്ടെ നേരത്തെ അദ്ദേഹത്തിൻ്റെ വ്യവസായങ്ങൾ പലതിലും തിരിച്ചടി ഏറ്റിരുന്നു. ഇപ്പോൾ തിരികെ വരവിൻ്റെ പാതയിലാണ് അദ്ദേഹം. എങ്കിലും മുകേഷ് അംബാനിയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ഒരുപക്ഷെ ലോകത്തെമ്പാടുമുള്ള സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള വാരികകൾ ഏറ്റവും അധികം പേജുകൾ ചെലവഴിക്കുന്നത്.